ഷാർജ എയർപോർട്ടിലുള്ളത്. ഈ യാത്ര സുവർണക്ഷേത്ര നഗരിയായ അമൃത്സറിലേക്കാണ്. ഗോൾഡൻ ടെമ്പിളും അതുപോലെ വാഗാ ബോർഡും അതിൻ്റെ കാഴ്ചകളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് യാത്രയാവാം. ഞാൻ കപ്പ് നൂഡിൽസ് ഒക്കെ കാണുമ്പോൾ ഞാൻ എപ്പോൾ ആഗ്രഹിക്കാറുണ്ടായിരുന്നു എന്തുകൊണ്ട് ഇങ്ങനെ ബിരിയാണി ആയിക്കൂടാന്നുള്ളത്. അപ്പോൾ ഇത് ഓൾറെഡി ഈ ഫ്ലൈറ്റിൽ കൊടുക്കലുണ്ടെന്നാണ് കേട്ടത്. പക്ഷേ എനിക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനെ ചിക്കൻ ബിരിയാണി ഇങ്ങനെ റെഡി ടു ഈറ്റ് ആയിട്ട് കിട്ടുന്നത്. ജസ്റ്റ് ചൂടുവെള്ളം ഒഴിക്കുക, ഒരു അളവ് അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത്രയും ചൂടുവെള്ളം ഒഴിക്കുക, 10 മിനിറ്റ് അവിടെ അടച്ചു വെക്കുക, ബിരിയാണി റെഡി. ഇതാണ് നമ്മളെ അമൃത്സർ എയർപോർട്ട്. അങ്ങനെ നമ്മൾ ബാഗേജിന് വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യണം. ഇനിയിപ്പോൾ നമ്മളെ ബെൽറ്റ് നമ്പർ 3ലാണ് നമ്മളെ ബാഗേജ് എത്തിയിരിക്കുന്നത്. ബാഗേജിന് വേണ്ടിയിട്ടാണ്. ഇതാണ് നമ്മളെ റൂം. കുഴപ്പമില്ല, ഒരു 3000 റുപ്പീസ് അടച്ചിട്ട് കിട്ടിയ റൂമാണ്. പിന്നെ മെയിൻ സെൻട്രലാണ് റൂം. എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. 2 പേർക്ക് സുഖസുന്ദരമായിട്ട് കിടന്നുറങ്ങാൻ വേണ്ടി പറ്റുന്ന റൂമാണ് കിട്ടിയിട്ടുള്ളത്. രാത്രിയുള്ള കാഴ്ചയാണിത്. ഗോൾഡൻ ടെമ്പിളിൻ്റെ മുമ്പിലുള്ളത്. ഇത് കുറേ കാലത്തെ ഒരു ആഗ്രഹമായിരുന്നു, ഗോൾഡൻ ടെമ്പിൾ പോകണം. ഇത് രാത്രിയുള്ളൊരു വ്യൂ ആണ് ഇത് ഗോൾഡൻ ടെമ്പിൾ. ഇത് വളരെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും, കണ്ട് ആസ്വദിക്കാം. ജാലിയൻ വാലാബാഗിൻ്റെ രാത്രിയത്തെ വ്യൂ ആണ്. ഇതാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന അവരുടെ സ്മാരകമായിട്ട് പണിതാണിത്. ഇത് ഇവിടുന്ന് നേരെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ തന്നെ ഫ്രണ്ടിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ ഒരു വഴി നേരെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഗോൾഡൻ ടെമ്പിൾ. ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ മറ്റൊരു വ്ളോഗുമായി എത്തിയിരിക്കുകയാണ്. ഇന്നുള്ളത് അമൃത്സറിലാണ്. ഇന്നലെ ഏകദേശം രാത്രി ഒരു 10 മണിയോടുകൂടിയാണ് ഈ ഗോൾഡൻ ടെമ്പിളിൻ്റെ അമൃത്സറിൻ്റെ അടുത്ത് നമ്മുടെ അമൃത്സറിലെത്തിയത്. താമസിക്കുന്നത് നമ്മൾ അതിൻ്റെ അടുത്ത് തന്നെ ഒരു ഷുവർ സ്റ്റേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹെറിറ്റേജ്, അതായത് ജാലിയൻ വാലാബാഗിന് തൊട്ടുമുട്ടിയിട്ടുള്ള ബിൽഡിംഗ്. അതാണ് അവിടെ ഒരു മാക്ഡൊണാൾഡിൻ്റെ ഒരു ബിൽഡിംഗ് ഉണ്ട്. ആ ബിൽഡിങ്ങിലാണ്, ആ ഹോട്ടലിലാണ് സ്റ്റേ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ഈസി ആക്സസ് ആണ് ഈ ഗോൾഡൻ ടെമ്പിളും അതുപോലെ തന്നെ ജാലിയൻ വാലാബാഗും. ये पहनना ही पड़ेगा ना? ब्लैक ब्लैक नहीं, हाँ ये कितने कितने के 60 हो गए. അങ്ങനെ നമ്മൾ ടെമ്പിളിൽ എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ടെമ്പിളിൽ വന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ തന്നെ ഇവിടെ നമ്മളെ ചെരുപ്പെല്ലാം അഴിച്ചു നോക്കണം. ആ ചെരുപ്പ് അഴിച്ചു നോക്കേണ്ട ഒരു സ്ഥലമുണ്ട്. നമ്മൾ ചെരുപ്പ് ഇതവിടെ ഇങ്ങനെ വെക്കുക. ഇതാണ് അതിൻ്റെ കൗണ്ടർ. ചെരുപ്പ് ഇവിടെ വെക്കുക. നമ്മൾ വെറുതെ കാലം ഉണ്ടാകും. നമ്മളെല്ലാവരും പ്ലെയിൻ കാലമായിട്ട് വിട്ടോളാം.
അതിനുശേഷം അവിടെ നിന്ന് കൈ കഴുകേണ്ട സ്ഥലമുണ്ട്. നമ്മൾ മുസ്ലിംസ് എല്ലാം വദൂ ചെയ്യുന്നത് പോലെ ഫസ്റ്റ് ഇതിൽ കയറുന്നതിന് മുമ്പ് തന്നെ ഇവിടുന്ന് കൈ ഇങ്ങനെ കഴുകുക. സ്റ്റെപ്പ് കയറുന്നതിന് മുമ്പ് ഒരു ചെറിയ ചാലെടുത്ത് ഇങ്ങനെ ഒരു വെള്ളം, അതായത് നമ്മളെ കാലും കൂടി ഇവിടുന്ന് കഴുകും. കാലിൻ്റെ പൊടിയും ഇതെല്ലാം ഇവിടുന്ന് പോയി. ആദ്യം ചെരുപ്പ് അവിടെ അഴിച്ചു വെച്ചു. അതിനുശേഷം നമ്മൾ കാലിവിടുന്ന് കഴുകി. നാലാമത്തെ സിഖ് ഗുരുവായ ഗുരു രാംദാസ് 1577 ക്ഷേത്രത്തിൻ്റെ സ്ഥലത്ത് മനുഷ്യനിർമ്മിത കുളം പൂർത്തിയാക്കി. 1604 ഗുരു അർജൻ ആദി ഗ്രന്ഥത്തിൻ്റെ ഒരു പകർപ്പ് ഹർമീന്ദർ സാഹിബിൽ സ്ഥാപിച്ചു. ഗുരുദ്വാര പീഡനത്തിന് ഇരയായതിനു ശേഷം സിഖുകാർ ആവർത്തിച്ച് പുനർനിർമ്മിക്കുകയും മുഗൾ അധിനിവേശ അഫ്ഗാൻ സൈന്യം നിരവധി തവണ നശിപ്പിക്കുകയും ചെയ്തു. മഹാരാജ രഞ്ജിത് സിംഗ് സിഖ് സാമ്രാജ്യം സ്ഥാപിച്ചതിനു ശേഷം 1809 മാർബിളിലും ചെമ്പിലും ഇത് പുനർനിർമ്മിക്കുകയും 1830 ശ്രീകോവിലിൽ സുവർണ ഇലകൾ കൊണ്ട് പൊതിഞ്ഞു. ഇത് സുവർണ ക്ഷേത്രം എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി. സുവർണ ക്ഷേത്രം ആത്മീയമായി സിഖ് മതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനാലയമാണ്. 1883 1920 ഇടയിൽ സിംഗ് സഭാ പ്രസ്ഥാനത്തിൻ്റെയും 1947 1966 ഇടയിൽ പഞ്ചാബി സുബ പ്രസ്ഥാനത്തിൻ്റെയും കേന്ദ്രമായി ഇത് മാറി. 1980കളുടെ തുടക്കത്തിൽ ഗുരുദ്വാര ഇന്ത്യൻ സർക്കാരും ജർണയിൽ സിംഗ് ഭിന്ദ്രൻവാലയുടെ നേതൃത്വത്തിലുള്ള തീവ്ര പ്രസ്ഥാനവും തമ്മിലുള്ള സംഘർഷത്തിൻ്റെ കേന്ദ്രമായി മാറി. 1984 പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിൻ്റെ ഭാഗമായി ഇന്ത്യൻ സൈന്യത്തെ അയച്ചു. ഇത് 1000-ലധികം സൈനികരുടെയും സാധാരണക്കാരുടെയും മരണത്തിലേക്ക് നയിച്ചു. കൂടാതെ ഗുരുദ്വാരയ്ക്ക് വളരെയധികം നാശനഷ്ടങ്ങൾ വരുത്തുകയും അകാൽ തഖ്ത് നശിപ്പിക്കുകയും ചെയ്തു. 1984 കേടുപാടുകൾക്ക് ശേഷം ഗുരുദ്വാര സമുച്ചയം വീണ്ടും പുനർനിർമ്മിച്ചു. സുവർണക്ഷേത്രം എല്ലാ ജീവിതത്തിലും വിശ്വാസത്തിലും പെട്ട എല്ലാ ആളുകൾക്കും ഒരു തുറന്ന ആരാധനാലയമാണ്. ഇതിന് 4 പ്രവേശന കവാടങ്ങളുള്ള ഒരു ചതുരാകൃതിയിലുള്ള പ്ലാനും കുളത്തിനു ചുറ്റും ഒരു പ്രദക്ഷിണ പാതയുമുണ്ട്. ക്ഷേത്രത്തിലേക്കുള്ള 4 പ്രവേശന കവാടങ്ങൾ സമത്വത്തിലുള്ള സിഖ് വിശ്വാസത്തെയും എല്ലാ ആളുകളെയും അവരുടെ വിശുദ്ധ സ്ഥലത്തേക്ക് സ്വാഗതം ചെയ്യുന്നു എന്ന സിഖ് വീക്ഷണത്തെയും പ്രതീകപ്പെടുത്തുന്നു. ഒരു വിവേചനവുമില്ലാതെ എല്ലാ സന്ദർശകർക്കും വെജിറ്റേറിയൻ ഭക്ഷണം നൽകുന്ന ഒരു സൗജന്യ സിഖ് കമ്മ്യൂണിറ്റി നടത്തുന്ന അടുക്കള, ദിവസേന 100,000-ലധികം ആളുകൾക്ക് ആരാധനയ്ക്കായി വിശുദ്ധ ദേവാലയം സന്ദർശിക്കുന്നു. ഗുരുദ്വാര സമുച്ചയം യുനെസ്കോയുടെ ലോക പൈതൃക സൈറ്റായി നാമനിർദ്ദേശം ചെയ്യപ്പെട്ടു. അപ്പോൾ ഇതാണ് ഗോൾഡൻ ടെമ്പിൾ. ഗോൾഡൻ ടെമ്പിളിൽ ഇതൊരു സ്പിരിച്വൽ പ്ലേസ് ആണ്. ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് എന്നൊരു ഭക്തിസാന്ദ്രമായ ഒരു കീർത്തനവും അതൊക്കെയാണ് ഉണ്ടാവും. പ്രത്യേക ഒരു വൈബാണ്. 5 കാര്യങ്ങളായി വരും. ഒന്ന് നമ്മളൊരു ബാങ്കിൾ വേണം, പിന്നെ അതുപോലെ തലപ്പാവ്, താടി, പിന്നെ അങ്ങനെയാണ് ഒരു കത്തി ഉണ്ടാവും ചെറിയ. ഇതൊക്കെയാണ് ഇവരൊരു യഥാർത്ഥ സിഖ് എന്ന് പറയുന്നത്.